എന്റെ പത്തലു, ഈ മരങ്ങളുടെ മുകളിലുള്ള പഴങ്ങൾക്ക് പകരം നല്ല ചൂടുള്ള സമൂസകളായിരുന്നെങ്കിൽ എന്തായിരിക്കും? എന്നാൽ എന്താ എന്റെ പത്തലു, പിന്നെ ഞാനെന്തിനാ ചായക്കട ചേട്ടന്റെ സമൂസ പോയി കഴിക്കുന്നത്? ഞാൻ ഇവിടെ ഈ മരത്തിന്റെ ചോട്ടിൽ തന്നെ കിടക്കൂലേ, എന്നിട്ട് ചൂടുള്ള സമൂസകൾ ഇങ്ങനെ പറിച്ച് പറിച്ച് കഴിക്കും. എന്റെ മോട്ടോ, എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. മരത്തിൽ നിറയെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്തിട്ട് പണക്കാരനാവാന്ന്. നീ സ്വപ്നത്തിൽ പോലും സമൂസയാണോ കാണുന്നേ? ഓ ഓ പത്തലു, നോക്കിയേ എന്ത് നല്ല ഭംഗിയുള്ള തത്തയാന്ന്. How do you do? Say fine, thank you. കൊള്ളാലോ, ഇത് സംസാരിക്കുന്നുണ്ട്. കൊള്ളാലോ, ഇത് സംസാരിക്കുന്നുണ്ട്. കൊള്ളാലോ, ഇത് നല്ല കഴിവുള്ള തത്തയാണല്ലോ ചേട്ടാ. അതെ, കഴിവുള്ള തത്ത എന്റേതാണ് കേട്ടോ. എന്താ പ്രശ്നം? അത് തന്നെ, അത് തന്നെ. പക്ഷെ ഇതിനെ എവിടുന്നാ പിടിച്ചത്? ഞാൻ ഇതിനെ ചെറുപ്പത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തിയാക്കി. നിങ്ങൾക്ക് ഈ തത്തയെ വളരെ ഇഷ്ടപ്പെട്ടോ? അതെ അതെ, അതെ, ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണ്. ഇത് നല്ല സ്നേഹമുള്ള തത്തയല്ലേ, മാത്രമല്ല നമ്മളെ മനസ്സിലാക്കുന്ന തത്തയും. എന്നാ പിന്നെ എന്റെ അടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കൂടെ ഇതിനെ? നിങ്ങൾ ഇതിന് വിൽക്കാൻ പോവാണോ? ആഹാ, വിറ്റേക്കാം. അതിനെന്താ, ഇനിയിപ്പോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോവാം. പക്ഷെ ഇതിന്റെ വില 500 രൂപയാണ്. 500 രൂപയോ? എന്റെ ചേട്ടാ, കുറച്ചൊന്ന് കുറച്ചൂടെ? പിന്നെ എന്നാ ശരി, എന്നാ 400 രൂപ താ. പുതിയ തത്തക്കുട്ടിയാണ്, അതിനേക്കാളും കുറയ്ക്കാൻ പറ്റൂല. മോട്ടോ, ഇപ്പൊ എന്താ ചെയ്യാ? അതിനിപ്പോ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ എവിടെയാ ഉള്ളേ? ചേട്ടാ, ഇത്ര പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലെന്നേ. പിന്നെ എത്ര തരാനാ ഉദ്ദേശം? നോക്ക് ചേട്ടാ, ദേ എന്റെ കയ്യിൽ ഈ 10 രൂപ മാത്രമേ ഉള്ളൂ. ശരി, ഇങ്ങതാ. ഇപ്പൊ ഇതേ ഉള്ളെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഇതിനെ വെച്ചോ. ഇനി ഇപ്പൊ ഈ തത്ത നിങ്ങളുടേതാണ്. കേട്ടോടാ കുട്ടാ, ഇന്ന് മുതല് ഇവരാണ് നിന്റെ പുതിയ മുതലാളി. ഇവര് പറയുന്നതെല്ലാം നീ ശരിക്കും കേട്ടോണം, എന്നെ അനുസരിക്കുന്നത് പോലെ. അല്ല ചേട്ടാ, ഇത് പറന്നൊന്നും പോവില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. ഇത് വളരെ വിശ്വസ്തനായ തത്തയാണ്. ഇനിയിപ്പൊ ആരെങ്കിലും ഇതിനെ ആദ്യത്തെ യജമാനന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് പോയാ പിന്നെ ഇത് അയാളെ യജമാനായിട്ട് കാണാൻ തുടങ്ങും. പിന്നെ ഒരിക്കലും അയാളെ വിട്ടു പിരിയുമില്ല. അത് ശരി, അപ്പൊ ഇതിനെ കൊണ്ട് നല്ല രസമായിരിക്കും അല്ലേ പത്തലു? എന്നാ അനിയന്മാരെ, ഞാൻ അങ്ങോട്ട് പോവുക. വളരെ സന്തോഷമുണ്ട് കണ്ടതിന്. ഡാ എലി, ഡാ, എവിടെയാ കാലത്ത് തന്നെ തണ്ടാൻ ഇറങ്ങിയത്? വല്ലവന്റെ തല്ലു മേടിക്കാൻ പോവാനോടാ? നിക്കവിടെ. എന്താ എന്നെ വിളിച്ചത്? എത്ര കൊണ്ടാലും നിങ്ങൾ പഠിക്കില്ല. ഞാൻ പിടിച്ചോ. സോറി ചേട്ടാ, ഇത് ഞാനല്ല പറഞ്ഞത്. നീ അല്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛനാണോ പറഞ്ഞത്? ബോക്സറേട്ടാ, മോട്ടുവിനെ തല്ലുന്നതൊന്ന് നിർത്ത്. ഇത് പറഞ്ഞതൊക്കെ ദേ ഈ തത്തയാണ്. അതെ അതെ ബോക്സർ ചേട്ടാ, ഇത് ഈ തത്തയാ പറഞ്ഞത്. ഇത് സംസാരിക്കുന്നേ. ഇവിടെ തത്തയെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്താ ഇത് സംസാരിക്കുന്നു? അതും നിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. പറയേ തത്തേ, പറയാൻ. ഞാൻ മിറ്റുവാണ്. ഏയ്, ഇത് വെറും മിട്ടു എന്നാണല്ലോ പറയുന്നത്. മോട്ടു, ഇത്തവണത്തേക്ക് വെറുതെ വിടുന്നു. ഇനി എന്നെ എലിയെന്ന് വിളിച്ചാലുണ്ടല്ലോ, നിന്റെ കഥ ഞാൻ കഴിക്കും. മനസ്സിലായോടാ? മനസ്സിലായി ബോക്സർ ചേട്ടാ. എടാ എലി, നീ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളുടെ രണ്ടുപേരുടെ അവസാനം അടിച്ചിരിക്കും. ഇതാ നിനക്കുള്ള. ഇനി അങ്ങനെ വിളിക്കോ? ഇത് മോട്ടു എന്താ നോക്കി നിൽക്കുന്നേ? വാ, ഓടി രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഇടി കിട്ടും. ഓടിക്കോ. അതെ പത്തലു, ഇയാളെന്തിനാ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുന്നത്? കള്ളനാന്നാ തോന്നുന്നേ. അല്ല ചേട്ടാ, നിങ്ങൾ എന്തിനാ ഒളിച്ചു നിൽക്കുന്നേ? മോട്ടുപത്ലു, നിങ്ങൾ രണ്ടാളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒന്ന് മാറി നിക്ക്. അതെ സുഹൃത്ത്, ഞങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? ഞങ്ങളിത് കള്ളന്മാരാണോ? മോട്ടുപത്ലു, ഞാൻ ചിങ്കമാണ്. എന്ത്, നീ ചിങ്കോ? നീ ചിങ്കം സാറിന്റെ ചെരുപ്പിനടിയിലെ പൊടി പോലും അല്ല, എന്നിട്ട് നീ ചിങ്കം എന്ന് പറയുന്നോ? വേണ്ട. നീ ചിങ്കോ ആണോ? നിന്നെ കാണുമ്പോ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. എന്റെ അമ്മോ, എന്നെ നിങ്ങളിങ്ങനെ തല്ലല്ലേ. ഞാൻ ഒറിജിനൽ ചിങ്കം തന്നെയാണ്. മോട്ടുപത്ലു, എന്നെ തല്ലല്ലേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്നെ തല്ലല്ലേ, എന്നെ വിട്ടേക്ക്. പിടിച്ചോ? വേണ്ട.
നിങ്ങളിത് കണ്ടോ മോട്ടു പത്ലു? ഇത് കണ്ടാ മനസ്സിലാവും ഞാൻ ചിങ്കം തന്നെയാണെന്ന്. ചിങ്കം സാറേ, നിങ്ങളോ? ചിങ്കം സാറേ, സോറി, വെരി സോറി. ഞങ്ങൾ കള്ളനാന്ന് കരുതിയാ നിങ്ങളായിട്ട് ഇങ്ങനെ ഇടിച്ചത്. സോറി സർ. അല്ല ചിങ്കം സാറേ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഒളിഞ്ഞു നിൽക്കുന്നത്? ഞാൻ ആ കള്ളൻ ജോൺ ദ ഡോണിനെ പിടിക്കാൻ വേണ്ടി പതുങ്ങിയിരിക്കായിരുന്നു. നിങ്ങളും വേണമെങ്കിൽ പതുങ്ങിയിരുന്നോ ഇവിടെ തന്നെ, ശബ്ദമുണ്ടാക്കരുത്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്ക്. മോട്ടു പത്ലു, നിങ്ങൾ എന്റെ ശബ്ദത്തിൽ സംസാരിച്ച് ആ ജോൺ ദ ഡോണിനെ ഓടിപ്പിച്ചു കളഞ്ഞു. ഞാൻ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി 3 ദിവസമായിട്ട് കാത്തിരിക്കായിരുന്നു. ഞങ്ങളല്ല ചിങ്കം സാറേ ചെയ്തത്. ദേ, ഈ തത്തയാണ് പറഞ്ഞത്. മോട്ടു പത്ലു, ഈ തത്തയെ കൊണ്ട് സംസാരിക്കാൻ കഴിയോ? പറയൂ മിസ്റ്റർ തത്തേ, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? പറയൂ 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 പറയൂ. മിട്ടു മിട്ടു വിട്ടു. എന്താണോ പറഞ്ഞത് അത് പറ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ഒരു പാവം തത്തയുടെ മീതെ പഴി ചാർത്താൻ നോക്കുകയാണ്. ഇതിന് നിങ്ങൾക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കണം. എന്നാ പിടിച്ചോ. അവിടെ നിൽക്ക്, അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ. മോട്ടു, എന്റെ ചങ്കേ, നമ്മൾ എന്തിനാ ഈ തത്തയെ കാട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നത്? അതിന്റെ കാര്യം എന്താ? അതെ ഡോക്ടർ ജഡ്ക, ഇതിന്റെ ഭാര്യയും കുട്ടികളൊക്കെ കാട്ടിലാണുള്ളത്. അതുകൊണ്ടാ ഇതിനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരാന്ന് കരുതിയത്. അതെന്തായാലും കൊള്ളാം മോട്ടു. ഇതാ എത്തി, ഇതിന്റെ വീട് എത്തി. ആ എന്നാ ചെല്ലു വിട്ടുകുട്ട, നിന്റെ വീട് ഇതേ എത്തിയിരിക്കുന്നു. മോട്ടു, ഇത് വീണ്ടും തിരിച്ചു വന്നല്ലോ. എടാ, പറക്ക് പറക്ക്, പറക്കാനാ പറഞ്ഞത്. എന്റെ മോനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടോ. എടാ എന്റെ പൊന്നുമോനെ, എന്തിനാ ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ വരുന്നത്? ഞങ്ങളുടെ പുറകിൽ നിന്ന് പോയിത്തോ. ഞാൻ നിന്നെ 10 രൂപ കൊടുത്താണ് വായിച്ചത്. പക്ഷെ ഞാനിപ്പോ നിന്നെ ഫ്രീ ആയിട്ട് വെറുതെ നിന്നെ സ്വതന്ത്രനാക്കി തരാം. എന്റെ ദൈവങ്ങളെ, പത്ലു, നീ തന്നെ ഇതിന് വല്ലതും ചെയ്യണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ മോട്ടു, നമുക്ക് ഇതിനെ വെച്ച് ഒരു മിമിക്രി എക്സിബിഷൻ എങ്ങാനും നടത്തിയാലോ? എന്നാൽ കാശുണ്ടാക്കാം. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരു കാര്യം കണ്ടിട്ടേ ഇല്ല. എന്റെ ചങ്ക്, എന്റെ രോഗികളാണ് സത്യം. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. മോട്ടുവിന്റെ ഈ തത്ത സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. നിങ്ങള് പോയി പൊളിച്ചിട്ട് വാ മക്കളെ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്തു നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് അത് നോക്ക്. നമുക്ക് എങ്ങനെയാ തത്തയെ അടിച്ചു മാറ്റാൻ പറ്റും? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല എവിടെ പോവാ? പിടിക്കാവുമാരെ. നിൽക്ക്, ആരെങ്കിലും ആ ജോണിനെ പിടിക്കേ. ഞങ്ങളുടെ തത്തയെ ദേ കൊണ്ടുപോകുന്നേ. ഞങ്ങളുടെ തത്തയെ ഇങ്ങോട്ട് താ. മോട്ടു സഹോദര, ഇത് അതിന്റെ തത്തയെ തിരിച്ചെടുത്തുകൊള്ളൂ. പ്ലീസ് ഒന്ന് തിരിച്ചെടുക്കാമോ? ഏയ് വേണ്ട വേണ്ട ജോണേട്ടാ, അത് നിന്റെ മാത്രം തത്തമ്മയാ. നീ അതിനെ എന്തുമാത്രം കഷ്ടപ്പെട്ടാ മോഷ്ടിച്ചത്? അല്ല, ഇത് നിന്റെയാണ്. ഇത് ജോൺ ദ ഡോണിനെ മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നലെ ഞാൻ ജ്വല്ലറി ഷോപ്പിൽ മോഷണം നടത്താൻ പോയി. ജോൺ,
ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. അടിക്കവനെ, അടിക്ക്. അതിനുശേഷം ഞാൻ ബാങ്ക് കൊള്ളയടിക്കാൻ പോയി. Hands up! Hands up! ഇല്ല. ഇടിക്കരുത്. വേണ്ട, വേണ്ട. ഞാൻ നന്നായിക്കൊള്ളാം. എന്റെ പൊന്നു മോട്ടു, എന്നോട് ദയവ് കാണിക്കണം. നീ നിന്റെ തത്തയെ തിരിച്ചു വാങ്ങിച്ചേ പറ്റൂ, പ്ലീസ്. ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം ഇത് വന്ന് പ്രശ്നം ഉണ്ടാക്കി കുളവാക്കുക മോട്ടു. മോട്ടു, ഇത് നിന്റെ തത്തയല്ലേ, പ്ലീസ് ഇതിനെ ഒന്ന് വാങ്ങിക്കണം, പ്ലീസ്. പറയൂ മിട്ടു, നിന്റെ മുതലാളി ആരാണ്? ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ജോണാണ് എന്റെ മുതലാളി. എന്നാ പിന്നെ ചെല്ലു ജോണേ, ഞങ്ങളെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്ക്. നല്ല സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും വരും. ഒന്ന് ചെല്ലു ജോണേ. ജോൺ എങ്ങനെയാണ് ഇനി ഡോൺ ആവുക? വാതിൽ തുറക്ക്. ഇനി ഈ തത്ത എന്നെ ഒരു പരുവത്തിലാക്കിയിട്ട് പോവുകയുള്ളൂ. മമ്മി. ചിങ്കം സാറേ, ഇന്നാ ഈ തേങ്ങ എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഞങ്ങളുടെ ഈ പുതിയ ബസ് ബിസിനസിനെ ഒന്ന് കൊഴുപ്പിക്കണം. എന്റെ അമ്മോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്താലും പ്രശ്നമാണ്, ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രശ്നം തന്നെയാണ്. എന്നെ വിളിക്കരുതേ, ഞാൻ പോവാണ്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ വരാം. ബൈ, സീ യു, ടാറ്റ. ചിങ്കം സാർ, ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ തേങ്ങ ഉടയ്ക്കാം. വേണ്ട. പൊളിച്ചെടുത്തല്ലോ. ഞാൻ ഏതായാലും അവിടെ ഇല്ലാത്തത് നന്നായി. അതുകൊണ്ട് എനിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു കാണും. ശരി, തിരിച്ചു പോയൊന്ന് നോക്കട്ടെ. എന്റെ അമ്മോ, എന്താ ഈ സംഭവിക്കുന്നത്? ഈ നാളികേരത്തിന് ഇത്രയും ദൂരം എന്റെ പുറകെ എങ്ങനെ വരാൻ സാധിച്ചത്? തേങ്ങേ, അങ്ങോട്ട് ചെല്ല്. ഉദ്ഘാടന ചടങ്ങ് അവിടെയാണ് നടക്കുന്നത്. അങ്ങോട്ട് പോ. കൊള്ളാലോ, എന്ത് അതിശയമാണ് ഈ സംഭവിച്ചത്. തേങ്ങ പറന്നു പോയിട്ട് സ്വയം തിരിച്ചു വന്ന് പൊട്ടിയിരിക്കുന്നു. ഞാനാണ് അതിനെ അവിടുന്ന് എറിഞ്ഞത്. അങ്ങനെയാണ് അത് ഇവിടെ വന്ന് വീണത്. എന്റെ തല കണ്ടില്ലേ നിങ്ങള്? നിങ്ങളുടെ ശുഭമുഹൂർത്തം എനിക്ക് അശുഭ മുഹൂർത്തമായി മാറിയത് നിങ്ങൾ കണ്ടില്ലേ? ചിങ്കം സാർ, സോറി. എന്നാ വരൂ, നമുക്ക് ജോലി തുടങ്ങാം. മഞ്ചേരി മഞ്ചേരി മഞ്ചേരി, ഫുർഫുറി നഗറിൽ നിന്നും മഞ്ചേരിയിലേക്ക് 10 രൂപ, വെറും 10 രൂപ, 10 രൂപ മാത്രം. 5 രൂപ, 5 രൂപ. മഞ്ചേരിക്ക് 5 രൂപ, വെറും 5 രൂപ മാത്രം. കള്ള ജോൺ, നീയും ബസ് ഓടിക്കുന്ന ബിസിനസ് തുടങ്ങിയോ? മോഷണമൊക്കെ മടുത്തു എന്റെ പൊന്നു ചിങ്കം സാറേ. ഇനി മുതൽ ഞാൻ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാൻ പോവാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. എടാ, കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് വിളിക്ക്. മഞ്ചേരി 5 രൂപ, മഞ്ചേരിക്ക് 5 രൂപ, മഞ്ചേരിക്ക് 5 രൂപ. അതെ, നിക്കൂ. കൂട്ടുകാരനെ ഉപേക്ഷിച്ച് പോവാണോ വെറും 5 രൂപയ്ക്ക് വേണ്ടിട്ട്? എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ പോയാൽ നമ്മുടെ ബസ്സിൽ ആരും ഉണ്ടാവൂല പത്ലു. ഐഡിയ. മഞ്ചേരിയിലേക്ക് 5 രൂപ, മഞ്ചേരിയിലേക്ക് 5 രൂപ. ഒരു ടിക്കറ്റ് വാങ്ങിച്ചാൽ ഒരു ടിക്കറ്റ് ഫ്രീ. ഒരു ടിക്കറ്റിന് ഒരു ടിക്കറ്റ് ഫ്രീ. ഒരു ടിക്കറ്റ് എടുത്താൽ 2 ടിക്കറ്റ് ഫ്രീ. ഒരു ടിക്കറ്റ് എടുത്താൽ 2 ടിക്കറ്റ് ഫ്രീ. രണ്ടാളൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് തെറ്റാണ്. ബസിന്റെ ടിക്കറ്റ് 10 രൂപ തന്നെ ചാർജ് ചെയ്യണം. എല്ലാ ബസ്സിലും ഉള്ളതുപോലെ തന്നെ. എവിടേക്ക് പോകാണെങ്കിലും ശരി, മിണ്ടാതെ കയറി ഇരുന്നോളണം. ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. മര്യാദയ്ക്ക് ബസ് ഓടിച്ചില്ലെങ്കിൽ, ടിക്കറ്റിന് കാശ് കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. മാത്രമല്ല, ഞാൻ ഫൈൻ ഇടും. ഓക്കേ സാർ. ബോസ്, അവര് പോയി. അവരവിടെ ആദ്യം എത്തിപ്പെട്ടാൽ അവിടുള്ള സവാരി മുഴുവൻ അവര് കൈക്കലാക്കും. പിന്നെന്ത് ചെയ്യും? നമുക്ക് ഒരാളെ പോലും കിട്ടില്ല. എന്താ, വേഗം പോകാം. അവർക്ക് മുമ്പ് എവിടെ എത്തണം?
മോട്ടു ഏയ് ജോൺ, ബസ് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ച് ഓവർടേക്ക് ചെയ്യുന്നത് തെറ്റാണ്. നീ നിയമം ലംഘിച്ചു. ഞാൻ ഇപ്പൊ തന്നെ ഫൈൻ ഇടാൻ പോവാണ്. ആ എന്തായി ചെയ്യുന്നത്? മമ്മി മമ്മി രക്ഷിക്കണേ. മമ്മി രക്ഷിക്കണേ. ഹെൽമെറ്റ് ഇട്ടോണ്ട് പോന്നാ മതിയായിരുന്നു. ആരെങ്കിലും രക്ഷിക്കണേ. മമ്മി എന്റെ രോഗികളാണ് സത്യം. ഇനി മേലെ ഞാൻ ബസ്സിൽ കയറുകയില്ല. ഓ ഏയ് നിർത്ത്. എന്റെ അമ്മോ, ഇങ്ങനെ സ്പീഡിൽ ബസ് ഓടിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവന്മാർക്ക് ഫൈൻ ഇടട്ടെ. എന്നെ ഇപ്പൊ അവന്മാര് വഴിക്ക് വെച്ച് കണ്ടാൽ അവന്മാരെ മുട്ടുകാല് വിറയ്ക്കും. ആ ബോസ് മുന്നിൽ ആരാന്ന് നോക്കിയേ, ദേ ചിങ്കൻ സാറ്. എന്റെ അമ്മോ. ചിങ്കം സാർ. ഓ ചിങ്കം സാറേ, ആ ജോണിനെ വെറുതെ വിടാൻ പാടില്ല കേട്ടോ. എന്റെ അമ്മോ, അവന്മാരെന്റെ ബോധം കളഞ്ഞു. ഞാൻ അവരെ വെറുതെ വിടില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എല്ലാവരും അവരവരുടെ സീറ്റിൽ പിടിച്ചിരുന്നോളൂ. ആ ജോൺ നമ്മളെ ശരിക്കും വണ്ടി ഓടിക്കാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ റോഡിന്റെ നടുവിൽ കല്ലിടുന്നത് നിയമത്തിനെതിരായ കാര്യമാണ്. ഒരു ബസ് വരുന്ന വഴി ഇങ്ങനെ കല്ലിട്ട് തടയുന്നത് നിയമവിരുദ്ധമാണ്. ജോൺ, ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് നേരെ ശത്രുക്കൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ബോസ് ഈ കല്ലുകളൊക്കെ നമ്മൾ തന്നെയല്ലേ വെച്ചത്? എന്നിട്ട് അത് നമ്മുടെ മേത്ത് തന്നെയാണല്ലോ വീഴുന്നത്. വണ്ടി ഊരിലെന്ന് പുറകോട്ട് പോകുന്നത്. എങ്ങോട്ടാ പോണതറിയില്ല. ആരും രക്ഷപ്പെടുന്നില്ല വണ്ടി. ജോൺ വീണ്ടും നിയമം തെറ്റിച്ചു. വിടില്ല ഞാൻ. മോട്ടു, ഞങ്ങളെ നിറക്കി വിട്. ഞങ്ങള് നടന്നു പോയിക്കോളാം ചങ്കേ. അതെ ഞങ്ങളുടെ പൈസ തിരിച്ചു തന്നേക്ക്. എന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്. ഈ ബസ്സിന് വലിയ അപകടമാ. അതെ, ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആ ജോണ് നമ്മള് ശരിക്കും ബസ് ഓടിക്കാൻ സമ്മതിക്കാത്തതാണ്. പക്ഷെ നമ്മൾ തീർച്ചയായും മഞ്ചേരിയിൽ എത്തിയിരിക്കും. രക്ഷിക്കണേ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു ബസ് യാത്ര ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരും ബസ്സിലെ ശരിക്കും മുറുക്കെ പിടിച്ചിരുന്നോളൂ. നമുക്ക് തിരിച്ചു പോവാൻ പറ്റില്ല. മോട്ടു, പതുക്കെ ഈ ബസ് ആ പാലത്തിന്റെ അടുത്തേക്ക് വിട്ടോളൂ. ഒരു ബസിന്റെ ഭാരത്തിൽ കൂടുതൽ ആ പാലത്തിന് താങ്ങാൻ പറ്റില്ല. എന്റെ ദൈവങ്ങളെ, ഞങ്ങളെ കാത്തോളണേ.
പൊളിച്ചെടുത്തല്ലോ മമ്മി. എനിക്ക് ഏത് നേരത്താണോ ഈ ബസ്സിൽ കയറി ഇരിക്കാൻ തോന്നിയത്? രക്ഷിക്കണേ. എത്തിയാ മതി. ബോസ് ബോസ് ഇതെന്താ ചെയ്തിരിക്കുന്നത്? കമൽപൂരിലേക്ക് അതിലൂടെയാണ് പോകേണ്ടത്. മോട്ടും പത്രവും ഷോർട്ട് കട്ട് ആയിട്ടാ പോയത്. അവരെല്ലാ സവാരിയും എടുത്തു കളയും. നമുക്കൊന്നും കിട്ടില്ല. ഇല്ല, ഞാൻ അതിന് അനുവദിക്കില്ല. ഏയ്, ഏയ്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ജോൺ, ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. നീ വീണ്ടും വീണ്ടും നിയമം ലംഘിച്ചു. അതിനുള്ള ശിക്ഷയായി ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും ഫൈൻ ഇട്ടിരിക്കും. മനസ്സിലായോ? ചിങ്കം സാറേ, ഫൈനൊക്കെ പിന്നീട് ഇടാം. ആദ്യം ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് പോവാൻ പറ്റില്ല. നോ. എന്റെ അമ്മോ. മമ്മി, ഡാഡി, അങ്കിൾ. ഏയ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നമ്മളാണ് ആദ്യം എത്തിയത്. ഈ ജോണാണ് ആദ്യം എത്തിയത്. ഇറങ്ങ്, എല്ലാവരും ഇറങ്ങിക്കോളൂ. അടുത്ത ട്രിപ്പ് പോകാനുള്ളതാണ്. ഏയ് ജോൺ, നീ ഒരുപാട് തവണ നിയമം തെറ്റിച്ചിട്ടുണ്ട്. അതിനുള്ള ഫൈൻ നിനക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫൈന്റെ മീതെ ഫൈൻ കൂട്ടി നോക്കിയാൽ നീ മൊത്തം 30,000 രൂപ ഫൈൻ കെട്ടണം. 20,000 രൂപയോ? ഇത് കുറച്ച് കൂടി പോയി എന്റെ പൊന്ന് ചിങ്കം സാറേ. ഇത് ഞങ്ങളോട് കാണിക്കുന്ന അന്യായമാണ് ചിങ്കം സാറേ. ചെങ്ങാം സാർ ഇങ്ങേർക്ക് പെറ്റി അടിക്കണ്ട കേട്ടോ. ഇങ്ങേരെ ഡ്രൈവിംഗ് കാരണം ഇങ്ങേർക്ക് ഒരു സമ്മാനമാണ് കൊടുക്കുന്നത്. താങ്ക് യു. കേട്ടില്ല ചിങ്കം സാറേ? നന്നായി ഡ്രൈവ് ചെയ്തത് കൊണ്ട് ഇയാൾ എനിക്ക് സമ്മാനം തരാൻ പോവുകയാണെന്ന്. വരൂ, വന്ന് തന്നോളൂ. വരൂ കൂട്ടുകാരെ, നമുക്ക് ഇവനൊരു സമ്മാനം കൊടുക്കാം. വരൂ, നല്ല സമ്മാനം തന്നെ കൊടുക്കണം. നമ്മുടെ സമ്മാനം തന്നെ ശരിയാക്കി. നിങ്ങളുടെ സമ്മാനം വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. എങ്ങനെയാണോ ജോലി ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ സമ്മാനവും. ഓടിക്കോ.